പരസ്യമായും രഹസ്യമായും നമ്മെ വേദനിപ്പിക്കുന്നതും അപമാനിക്കുന്നതുമായ വാക്കുകളുടെയും പ്രവൃത്തികളുടെയും മുൻപിൽ എങ്ങനെയാണ് ദൈവമക്കളായ നാം പ്രതികരിക്കാറുള്ളത്? തിന്മയ്ക്കു തിന്മയും അധിക്ഷേപത്തിന് അധിക്ഷേപവും പകരം ചെയ്യാതെ അനുഗ്രഹിക്കുവാനും ഇതുമൂലം അനുഗ്രഹിക്കപ്പെടുവാനും വിളിക്കപ്പെട്ടവരാണ് ഓരോ ദൈവ പൈതലും. അടിമയായി തന്നെ വിറ്റ സഹോദരന്മാരോട് ക്ഷമിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്ത യോസെഫും തന്നെ കൊല്ലുവാൻ കല്ലെറിഞ്ഞവരോട് ക്ഷമിക്കണമെന്ന് മരണവേദനയിലും ദൈവത്തോട് പ്രാർത്ഥിച്ച സ്തെഫാനോസും നമുക്ക് മുൻപിലുള്ള മാതൃകയാണ്. ആകയാൽ ദോഷമായ വാക്കുകളും പ്രവൃത്തികളും ഇനിയും നമുക്കെതിരെ വന്നാൽ ലോകം പ്രതികരിക്കുന്നത് പോലെ പ്രതികരിക്കാതെ അന്ത്യനിമിഷങ്ങളിലും തന്നെ ഉപദ്രവിച്ചവരുടെ പാപങ്ങൾ ക്ഷമിക്കണമെന്ന് പിതാവാം ദൈവത്തോട് പ്രാർത്ഥിച്ച യേശു കർത്താവിൻ്റെ മാതൃകയെ അനുകരിച്ച് ശത്രുതയ്ക്ക് പകരം സ്നേഹവും ശാപത്തിനു പകരം അനുഗ്രഹവും ദോഷത്തിനു പകരം നന്മയും നൽകുവാൻ അത്യുന്നതനായ ദൈവം നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ.